ആലപ്പുഴ ചാരുമൂട്ടൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് വിഷബാധ. കുട്ടിയെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 മാസം മുൻപ് കുട്ടിയുടെ ദേഹത്ത് നായ ചാടി വീണിരുന്നു. മുറിവുകളില്ലാത്തതിനാൽ വാക്സിൻ എടുത്തിരുന്നില്ല. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. മനീഷ്, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? ഈ കുട്ടിക്ക് മേൽ നായ ചാടി വീണത് കൊണ്ട് കുട്ടിക്ക് വാക്സിൻ എടുത്തിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത 3 മാസങ്ങൾക്ക് മുൻപാണ് ഈ കുട്ടി സൈക്കിളിൽ പോകുന്ന സമയത്ത് താഴെ വീണു. ആ സമയത്ത് ഒരു പട്ടി ദേഹത്തേക്ക് ചാടി വീണിരുന്നു. പക്ഷേ മുറിവുകളൊന്നും ഇല്ലാത്തതിനാൽ വീട്ടിലും ഈ കുട്ടി ഈ വിവരം പറഞ്ഞിരുന്നു. പക്ഷേ ദേഹത്ത് ഒരു തരത്തിലുള്ള ചെറിയ മുറിവുകൾ പോലും അന്ന് കണ്ടിരുന്നില്ലെന്നാണ് കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വാക്സിൻ എടുക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് 2 ആഴ്ചയ്ക്ക് മുൻപാണ് കുട്ടിക്ക് ചില അസ്വാഭാവികമായ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടിക്ക് വെള്ളം കാണുമ്പോൾ പേടി വരുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷബാധ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ പ്രകടമായത്. അങ്ങനെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി പനി കൂടി കുഞ്ഞിനുണ്ടായി. അങ്ങനെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇത് സാധാരണ പനിയല്ലെന്ന രീതിയിൽ മറ്റ് പരിശോധന നടത്തിയപ്പോഴാണ് വിഷബാധ ഉണ്ടെന്നുള്ള സംശയം ഉണ്ടായത്. പിന്നീട് ജനറൽ ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് വിഷബാധ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുള്ളത്. കുഞ്ഞിന്റെ നില ഗുരുതരമാണെന്നാണ് നിലവിൽ ഈ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. സങ്കടകരമായ വാർത്തയാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. നായ ദേഹത്ത് ചാടി വീണിട്ടും പരുക്കുകളില്ലാത്തതിനെ തുടർന്നാണ് കുട്ടിക്ക് വിഷബാധ വാക്സിൻ എടുക്കാഞ്ഞത്. ആലപ്പുഴ ചാരുമൂട്ടിലാണ് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇപ്പോൾ വിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിയെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്.